അപ്പൊ അത് നമ്മള് കോഴിക്കാലാണ് റെഡി ആക്കണത്. നമ്മളതിന് പുഴുങ്ങി എടുത്തിട്ടുണ്ട് അല്ലേ? തിളച്ച വെള്ളത്തിൽ എടുത്തിട്ട് അപ്പൊ അതിന്റെ തോട് കളയണല്ലോ. അപ്പൊ തോടൊക്കെ ഇങ്ങനെ കളഞ്ഞോണ്ടിരിക്കാണ് കേട്ടോ. ഇവിടെ കോഴിക്കാലുണ്ട് ഇവിടെ, വേവ് കൂടിയെന്ന് സംശയം. അപ്പൊ അതിനുള്ള ഇറച്ചിയൊക്കെ പോകണ്ടെന്ന് പറയണം. അപ്പൊ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. എല്ലാ അതിന്റെ നഖമൊക്കെ വെട്ടി കളഞ്ഞിട്ട് നമുക്ക് എന്നിട്ട് ഉണ്ടാക്കണം. തന്നെ ഒരു വെറൈറ്റി സാധനമാണല്ലേ. അപ്പൊ ചിക്കൻ മേടിക്കാൻ പോയി. അപ്പൊ അവിടെ നിന്ന് കാലും കൂടി മേടിച്ചുട്ടാ. അപ്പൊ നമുക്കത് ഉണ്ടാക്കുന്നത് പോലെ ഒന്നായിട്ട് കാണിക്കാം അല്ലേ? ഓക്കെ ഫ്രണ്ട്സ്. അപ്പൊ നമ്മള് കോഴിക്കാലിക്കുള്ള സെറ്റിങ്സിലാണ്. അതെ, അപ്പൊ നമ്മൾ ഇഞ്ചി, പച്ചമുളക്, ചെറുള്ളി, വെളുത്തുള്ളി ഇതൊക്കെ അരിഞ്ഞെടുക്കണം കേട്ടാ. അതെ, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോകണ്ടാ. നമുക്ക് അരിഞ്ഞിരിക്കണ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കാം. അപ്പൊ അതെ നമ്മളിത് വഴറ്റെടുക്കാൻ പോകണ്ട. അപ്പൊ അതേതായിട്ടാ അതില് നമ്മളിതിലേക്ക് ഇതിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടാ. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കല്ലുപ്പ്, പാകത്തിന് നടക്കേ. 1 ഗ്ലാസ് വെള്ളം ചേട്ടാ. 1 ഗ്ലാസ് വെള്ളം നമ്മുടെ കാലിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടാ. നമ്മുടെ തക്കാളി അരിഞ്ഞിട്ടത് 1 ഗ്ലാസ് വെള്ളം. ഇളക്കി എടുക്കാം. മൂടി വെച്ചെടുക്കണം. അതെ, ഇവിടെ ഒരു മാമ്പുള പൊടിച്ചിരിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് വെച്ചതാണ് കേട്ടാ. അതെ, മാമ്പഴം ഇപ്പൊ ആർക്കും വേണ്ട കേട്ടാ. ഇഷ്ടം പോലെ മാമ്പഴ. ഈ മൂവാണ്ടനും നല്ല എന്താ പറയാ, കറി വെക്കുമ്പോ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കേട്ടാ. അതെ, മൂവാണ്ടെന്നല്ല ഇപ്പോഴേ കയറ്റുമതി ഇല്ലല്ലോ. അതെല്ലാം പിന്നെ നമ്മളത് ചൂണ്ടാൻ പോയിട്ട് കിട്ടിയ മീനാണ്. ഇന്ന് ചൂണ്ടാൻ പോയിട്ട് കിട്ടിയതാട്ടാ. ഇന്നലെ വലുത് കിട്ടി, ഇന്ന് ചെറിയ പക്ഷെ ടൈം പാസിന് വേണ്ടി പോണതാ. അതെ, ഒരു സമയം പോവും ചെയ്തു. കിട്ടിയാൽ ഊട്ടി അല്ലെങ്കിൽ ചട്ടി ലെവലിൽ പോകണം. ചട്ടി ഇങ്ങനെ എടുക്കും. ഇപ്പൊ മാങ്ങ എടുക്കണ മാതിരി ചിക്കൻ കാലം എന്തായി നോക്കാം. തുറന്ന് വെച്ച് കഴിക്കണം കേട്ടോ. ചിക്കൻ കാല് മാത്രല്ല കേട്ടാ, വെറുതെ വാങ്ങി വിചാരിക്കണ്ട നിങ്ങള്. നമ്മള് ചിക്കൻ ഇവിടെ സെറ്റ് ആയിട്ടിരിക്കുന്നില്ല. അതെ, കുട്ടന് കുറെ നാളത്തെ ഒരു ആഗ്രഹമാണ് കാല് മേടിച്ചിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. അതെ, പിന്നെ നമുക്കിവിടെ പിടിച്ച മീൻ ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇതേ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം. ഫുള്ള് പട പട പട. 3 പടയുണ്ട്, അതുകൊണ്ടാണ് പട 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 പട. അല്ല 3 പട 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 പട. കാല്, മീന്, അങ്ങനെ.
ഇവിടെ ആയിരിക്കാണ്. ഹായ് ഹായ് നമസ്കാരം. നമസ്കാരം. ഒന്ന് ശനിയാഴ്ച തന്നെ ഉം. എന്തെങ്കിലുമൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ ഓരോന്നും ഇങ്ങനെ സെറ്റാക്കിയതൊക്കെ. അതെ, മീൻ കൊണ്ടാകുമ്പോൾ എന്തെങ്കിലും കിട്ടും വിചാരിച്ചു. അവിടെ ഒന്നും നടന്നില്ല. അവിടെ ഇത് മാത്രം നടന്നുള്ളൂ. തിരിച്ചു വരുമ്പോൾ ചിക്കൻ പൊരിച്ച് പോകുന്നു. ഇത്തിരി വലുത് പ്രതീക്ഷിച്ചു, അതുകൊണ്ട് ചിക്കൻ വാങ്ങിയിട്ടില്ല അല്ലേ. അത് നമുക്ക് തികയില്ല, 2 മീനുള്ളൂ. അതൊരു അകം നോക്കിയാണല്ലോ. നമ്മുടെ കാലിന്റെ വെള്ളമൊക്കെ ഇത് വറ്റി സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇനി ഇത്തിരി കുരുമുളക് ഇട്ട് കൊടുക്കാം. കുരുമുളക്, ഇത്തിരി മസാലപ്പൊടി, ഇത്തിരി മല്ലിയില വെച്ചിടാം. മല്ലിയില ഇതിന് കുഴപ്പമില്ല. ഇത് പാടി പുതിനയില ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില. അപ്പൊ നമ്മുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായി എല്ലാം സെറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് ഊണ് കഴിക്കാൻ വേണ്ട കേട്ടോ. അതെ, അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അപ്പൊ നമുക്ക് ഇന്ന് കിട്ടിയ മീനാണ് കേട്ടോ. ഒരു ബ്രാലും ഒരു ചെറിയ കരിച്ചില്ല, 2 ചെറുതാ. ഇന്നലത്തെ ഓപ്പോസിറ്റാണ്. എന്നാൽ കിട്ടിയില്ല എന്ന് പറയില്ല. നമ്മളിപ്പോ വലിയ ഡാമിൽ ഇവിടെ നിന്നല്ല, ഒരു ചെറിയൊരു കുളമായിരുന്നു. അത് പോയിട്ട് നമ്മുടെ പറമ്പിനോട് ചേർന്നിട്ട് മീനുകളുണ്ട്, പക്ഷെ ഒന്നും കയ്യിൽ കിട്ടിയില്ല. അവർക്ക് അവരുടെ സമയം ഉണ്ടായല്ലോ, നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ കേട്ടാ അല്ലേ. അതെ, അതാണ് കഴിക്കാനായിട്ട് എല്ലാം എടുക്കണം കേട്ടോ. ചിക്കൻ ലെഗ്. ഇതൊക്കെ നമ്മളൊക്കെ ആദ്യമൊന്നും മേടിച്ചാർന്നില്ല കേട്ടാ. ഇപ്പോഴൊക്കെ പണ്ടുണ്ടല്ലോ, പണ്ട് നാടൻ കോഴി കോഴിയുടെ ചുട്ട് തിന്നാറുണ്ട്. കാലുവേദനയ്ക്കൊക്കെ നല്ലതാണെന്ന്. അന്ന് ഈ കിലോമീറ്ററോളം നമ്മൾ നടക്കുമല്ലോ, അപ്പൊ കാലൊക്കെ ഭയങ്കര വേദനയായിരിക്കും. അപ്പൊ പറയും കോഴിയുടെ കാലിൽ നിന്നൊക്കെ കുറയെന്ന് പറയും. അങ്ങനെ നമ്മൾ കഴിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോഴൊന്ന് ഈ കോഴിയുടെ കംപ്ലീറ്റ് ബംഗാളികളെ മേടിച്ചുകൊണ്ട് പോണത്, കാശ് കൊടുത്തിട്ടാ. അപ്പൊ നമ്മൾ ഇറച്ചി മേടിച്ചപ്പോ അതിന്റെ കാലുകൾ മേടിച്ചു. അപ്പൊ അങ്ങനെ കാല് ശരിയാക്കണ ഒരു വീഡിയോ കണ്ടു. അപ്പൊ അത് ഇതൊക്കെ ആയിട്ടൊന്ന് സെറ്റാക്കാലോന്ന് വെച്ചിട്ട് ചെയ്താണ്. കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ചിക്കനുണ്ട്, പിന്നെ മീന്, വരാലും കരിപ്പിടി, പിന്നെ മാമ്പഴപ്പുശ്ശേരി. ശനിയാഴ്ച കഴിയുമ്പോ കുട്ടമ്മ അപ്പൂസ് പറഞ്ഞു ചിക്കൻ പഠിക്കണം ചൂണ്ടാൻ കിട്ടാത്ത തന്നെ. അപ്പൊ അങ്ങനെ മേടിച്ചതാണ്. ശനി ഞാൻ എന്തെങ്കിലും മേടിക്കാറുണ്ട്. മീനുണ്ടെങ്കിൽ ഇറച്ചി ഉണ്ടാവില്ല, ഇറച്ചിനെയും മീനുണ്ടാവില്ല. എന്നാലും പ്രാവശ്യം ആവശ്യം തോട്ടിട്ടാണ്. അപ്പൊ അങ്ങനെയാണ് ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പരിപാടികള്. ആ കാലെടുത്ത് കെടുത്ത് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. നമ്മള് കടയിൽ പോയപ്പോഴേ ഇറച്ചി മേടിക്കാൻ പോയപ്പോ അവിടെ ഒരു ബംഗാളി കാല് ചോദിച്ചു മേടിക്കുന്നതായിരുന്നു. അപ്പൊ ഇത് കണ്ടപ്പോ ഇവനൊരു ഇത് തോന്നി. ആ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഒരു ടേസ്റ്റ് നോക്കാന്ന് വെച്ചിട്ട് മേടിച്ചാണ് കേട്ടോ. അവിടെ നാടൻ കോഴിയൊക്കെ നമ്മൾ കഴിക്കാറുണ്ട്. പക്ഷേ ഇത് ബ്രോയിലറിന്റെ ആദ്യമായിട്ട് നല്ല രസമാണെന്ന് പറയുന്നത്. നല്ല ടേസ്റ്റ് ആണത്. നമ്മൾ കളയുന്നോണ്ട് നമ്മള് കഴിക്കുന്ന ചിക്കൻ വെറുതെ കളയാണ്. പറയണ്ട, നന്നായി ഫ്രഷായി നമ്മുടെ തൊലിയൊക്കെ പൊടിച്ചിട്ടാ ഒരു കുഴപ്പമില്ല. നമ്മളെ ആടിന്റെ കാലമൊക്കെ കഴിക്കുന്നവരെ ഒന്നും മോശമില്ല. നമ്മള് വളർത്തുന്ന കോഴിയില്ലേ, കുഴപ്പമുള്ളതായില്ല, നല്ല ടേസ്റ്റുള്ള കേട്ടാ. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികള്. അപ്പൊ വീഡിയോ ഇഷ്ടമായ
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പൊട്ടില്ല. അപ്പൊ പുതിയൊരു വീഡിയോയിൽ പുതിയ ഐറ്റവുമായി വരുന്നത് എല്ലാവർക്കും ബൈ ബൈ. ബൈ ബൈ.